PM ശ്രീയിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാനുള്ള CPM ശ്രമം തുടരുന്നു. മന്ത്രിസഭാ ഉപസമിതിയെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം CPM അംഗീകരിച്ചേക്കും. വിഷയം ചർച്ച ചെയ്യാൻ ഉടൻ LDF യോഗം ചേരും. MA ബേബി ഇടപെട്ടിട്ടും നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. മുന്നണി മര്യാദകൾ ലംഘിക്കപ്പെട്ടതിലുള്ള രോഷം, പാർട്ടിയെ അപമാനിച്ചെന്ന പൊതുവികാരം, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPIയെ എത്തിച്ചത് ഇതൊക്കെയാണ്. തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് MA ബേബി അടക്കമുള്ള CPM നേതാക്കൾ CPI നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചെങ്കിലും വഴങ്ങിയില്ല. എന്നാൽ അനുനയത്തിനുള്ള വാതിലുകൾ പൂർണ്ണമായും കൊട്ടിയടക്കേണ്ടതാണ് CPIയുടെ നിലപാട്. PM ശ്രീ പദ്ധതിയുടെ തുടർനീക്കങ്ങൾക്കായി മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം CPI അംഗീകരിക്കാനാണ് സാധ്യത. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സമിതി പരിശോധിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ തുടർനീക്കങ്ങളുടെയും പൂർണ്ണ അധികാരം CPI മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട ഈ സമിതിക്കായിരിക്കും. അടുത്ത ദിവസം LDF യോഗം വിളിച്ചു ചേർക്കാനും ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. തർക്കം നീട്ടിക്കൊണ്ടുപോകാൻ CPIക്ക് താൽപര്യമില്ലെന്ന് മന്ത്രി P. പ്രസാദിന്റെ പ്രതികരണത്തിലും വ്യക്തം. അടുത്ത മാസം 4-ന് CPI സംസ്ഥാന കൌൺസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനുമുമ്പ് LDF യോഗം ചേരാനും തീരുമാനമുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് പ്രശ്നപരിഹാരത്തിനായുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.